ഇന്ന് നമുക്ക് നല്ല നാടൻ രീതിയിൽ ഒരു കൂൺ കറി ഉണ്ടാക്കാം കേട്ടോ. അതിനുവേണ്ടി ഞാനിവിടെ 200 ഗ്രാമോളം പാൽക്കോൺ എടുത്തിട്ടുണ്ട്. അതായത് അതിന് ഇംഗ്ലീഷിൽ പറയുന്ന മിൽക്കി മഷ്റൂം. ഇതിൻ്റെ ഒരു നാടൻ വേർഷനുണ്ട്. ഇത് സ്റ്റോറിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. നാടൻ ടൈപ്പ് ആണെങ്കിൽ നല്ല ടേസ്റ്റാണ്. ഇത് നമുക്ക് ടേസ്റ്റിൽ ഒരുപാട് കോംപ്രമൈസ് ചെയ്യും, പക്ഷേ എന്നാലും നമുക്കിതല്ലേ ഉള്ളൂ. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കൊരു കറി ഉണ്ടാക്കാം. അടുത്തതായിട്ട് വേണ്ടത് പച്ചത്തക്കാളിയാണേ. ഇത് ഞാൻ മേടിച്ച് വെച്ച് 2-3 ദിവസമായി കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് പഴുക്കാൻ തുടങ്ങി. ഇപ്പം പച്ചയല്ല പഴുത്തോ അല്ലാത്തൊരവസ്ഥയിലാണ്. നല്ല കട്ട പച്ചത്തക്കാളി എടുക്കുവാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഇനി ഇതിലേക്ക് വേണ്ടത് 2 തൊണ്ടമുളക്, എരിവില്ലാത്ത തൊണ്ടമുളകാണേ. 2 എണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ. 3 പച്ചമുളക്, അധികം എരിവില്ലാത്ത പച്ചമുളക് കേട്ടോ. ഇപ്പം ഞാൻ കൂണെല്ലാം ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ടേ. നമുക്കിനി ഇത് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ നീളത്തിൽ അരിഞ്ഞു വെച്ചേക്കുന്ന പച്ചമുളകും ആ തൊണ്ടമുളകും അതെല്ലാം ഞാൻ നീളത്തിൽ അരിഞ്ഞെടുത്തേ. അരിഞ്ഞു വെച്ചേക്കുന്ന തക്കാളി, നിങ്ങൾ പച്ചത്തക്കാളി കിട്ടുവാണെങ്കിൽ അത് തന്നെ ചേർക്കണം കേട്ടോ, നാടൻ പച്ചത്തക്കാളി. കഷ്ണങ്ങളുടെയൊക്കെ ഒരു തൊട്ട് താഴെയുള്ള ലെവലിൽ വെള്ളം മതിയേ. കാരണം എന്നാന്ന് വെച്ചാൽ ഈ കൂണിനകത്തുനിന്നും തക്കാളിക്കകത്തുനിന്നും ഒക്കെ വെള്ളം ഇറങ്ങും. പിന്നെ ഈ കൂണങ്ങ് വെന്ത് കഴിയുമ്പം നല്ലപോലെ അങ്ങ് ചുങ്ങിപ്പോവുകയും ചെയ്യും. അതുകൊണ്ട് ഒരുപാട് വെള്ളം വേണ്ട. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ടേ. ഉപ്പ് ഏകദേശം ഒരു 3/4 ടീസ്പൂൺ ഉപ്പുണ്ടേ. ഉപ്പ് കുറവായിട്ട് തോന്നുവാണെങ്കിൽ ലാസ്റ്റ് നമുക്ക് പിന്നെയും ചേർത്ത് കൊടുക്കാം കേട്ടോ. അല്ലാതെ ഒരുപാട് ഉപ്പ് ആദ്യമേ ചേർക്കണ്ട. ഗ്യാസ് ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ടേ. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ തക്കാളിക്കായാലും കൂണിനായാലും ഒന്നും അധികം വേവില്ല കേട്ടോ. നല്ലപോലെ ഒന്ന് തിളച്ച് വന്ന് കഴിയുമ്പോൾ തന്നെ അങ്ങ് വേകും. വേണമെങ്കിൽ 2 കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇനി താളിക്കുന്നുണ്ട്. അരച്ചതിനകത്തൊന്നും കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇനിയിപ്പോൾ ചേർക്കുന്നില്ലേ. അടച്ചു വെച്ച് വേകുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ട അരപ്പ് റെഡിയാക്കി എടുക്കാം. അരപ്പ് റെഡിയാക്കാനായിട്ട് 1/2 മുറി തേങ്ങ, 5-6 കാന്താരി മുളക്, ഞാനിവിടെ എടുത്തേക്കുന്ന വെള്ളക്കാന്താരിയാണേ. അത്യാവശ്യം എരിവുണ്ട് കേട്ടോ. 4 ചെറിയുള്ളി, 1/4 ടീസ്പൂൺ നല്ല ജീരകം, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം, 1/4 ടീസ്പൂണിനും താഴെ ഉലുവ, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. നമുക്കിനി ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് പിന്നെ 1 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കാവേ. ഇപ്പോൾ കണ്ടോ നമ്മുടെ തേങ്ങയുടെ കൂട്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ടേ. ഇപ്പോൾ കണ്ടോ നമ്മുടെ കറി നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ടേ. ഞാൻ അന്നേരം വെള്ളം ചേർത്തപ്പോൾ പറഞ്ഞില്ലേ കഷ്ണങ്ങളെക്കാളും കുറച്ച് താന്ന് നിൽക്കണമെന്ന്. ഇപ്പോൾ കണ്ടോ ജസ്റ്റ് ഒന്ന് വെന്ത് തുടങ്ങിയപ്പോൾ തന്നെ ആ കൂണൊന്ന് ഒതുങ്ങി. ഒരു 5 മിനിറ്റും കൂടെ തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അരപ്പ് ചേർക്കാം കേട്ടോ. ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ട്, അപ്പോൾ ഉപ്പൊന്നും ഇനി ചേർക്കണ്ട. ഞാൻ ഇനി തുറന്ന് വെച്ചാണ് വേവിക്കുന്നത്. ശകലം വെള്ളം ഒന്ന് വറ്റിക്കോട്ടെ, കാരണം അരപ്പ് ചേർക്കുമ്പോൾ അതിൻ്റെ വെള്ളം കൂടെ വരുമല്ലോ. ഇപ്പോൾ കണ്ടോ കഷ്ണങ്ങളൊക്കെ വെന്തിട്ട് ജസ്റ്റ് ഇങ്ങനെ സൈഡിലേക്ക് അതിൻ്റെ മസാലയൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട്, എണ്ണ തെളിയുന്ന പോലെ. ഇനി നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ തീ കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ അരപ്പ് ചേർക്കാൻ. അല്ലെങ്കിൽ ഈ അരപ്പ് ചേർക്കുന്ന ഭാഗം തന്നെ അതെല്ലാം കൂടെ അങ്ങ് പിരിഞ്ഞു പോകും. മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളവും കൂടി അങ്ങ് ചേർത്ത് കൊടുക്കുവാണേ. അരപ്പ് ചേർത്ത് കഴിഞ്ഞിട്ട് തീ ശകലം കൂട്ടി വെച്ചിട്ട് അങ്ങ് ഇളക്കാം കേട്ടോ. അരപ്പ് ചേർത്ത് കഴിഞ്ഞിട്ട് നമുക്ക് തുടരെ ഇളക്കി അതൊന്ന് തിളപ്പിച്ചെടുക്കണേ. അപ്പോൾ ഞാൻ വീണ്ടും തീ കൂട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അരപ്പ് ചേർത്ത് കഴിഞ്ഞിട്ട് ഒരുപാട് നേരം ഒന്ന് തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു 2-3 മിനിറ്റ് ഒന്ന് തിളച്ച് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു 3 മിനിറ്റും കൂടെ അങ്ങ് തിളപ്പിച്ചാൽ മതി. എന്നാലും ആ ജീരകത്തിൻ്റെയൊക്കെ ആ പച്ചച്ചൊവ്വ ഒന്ന് മാറണമല്ലോ, അതിന് വേണ്ടി മാത്രം. ജസ്റ്റായിട്ട് ഒന്ന് തിളച്ച് വരുന്നവരെ ഒന്ന് കണ്ടിന്യൂസ് ഇളക്കി കൊടുക്കാവേ. ഇത് വീഡിയോയിൽ കാണുമ്പോൾ കറക്റ്റായിട്ട് വരാഞ്ഞിട്ടാട്ടോ. നല്ല മഞ്ഞ കളറിൽ നല്ല സൂപ്പർ കറിയാണേ. അതേ സൈഡിൽ നിന്നൊക്കെ തിളവന്ന് തുടങ്ങിയിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് വെട്ടി തിളക്കട്ടെ. അതേ വീണ്ടും നല്ലപോലെ എല്ലായിടും തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഒരു 2-3 മിനിറ്റ് കൂടെ ഇരിക്കട്ടെ കേട്ടോ. ലാസ്റ്റായിട്ട് ഒന്നും കൂടെ ഉപ്പൊക്കെ നോക്കട്ടെ. നല്ല സൂപ്പർ കറി കേട്ടോ. ഞാൻ ഉണ്ടാക്കിയിട്ടേ ഞാൻ തന്നെ നല്ലതെന്ന് പറയണ്ട, നിങ്ങൾ തന്നെ ഉണ്ടാക്കി നോക്ക്. നമ്മൾ നാട്ടിൽ പണ്ട് ഈ പറമ്പിലൊക്കെ ഉണ്ടാകുന്ന ടൈപ്പ് ഇപ്പോഴും ഉണ്ടാകുന്നുണ്ടാവും കേട്ടോ. നമ്മളിവിടെ ഫ്ലാറ്റിലായതുകൊണ്ട് നമുക്കതൊന്നും നോക്കാൻ പറ്റുന്നില്ലല്ലോ. അപ്പം ആ ടൈപ്പ് കൂണില്ലേ, പാവക്കൂണ്, പെരുങ്കൂണ്, ഉപ്പ് കൂണ്, അങ്ങനെയുള്ള കൂണൊക്കെ ആണെങ്കിൽ ഈ കറി വെച്ചാൽ ഭയങ്കര അടിപൊളിയായിരിക്കും. മതി, തീ ഓഫ് ചെയ്യുവാണേ. ഇതിപ്പോൾ ചട്ടി ആയതുകൊണ്ട് ഞാനൊരു 2 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഓഫ് ചെയ്തു. കാരണം ഇത് ശകലം നേരം കൂടെ ഇരുന്നിങ്ങനെ തിളച്ചുകൊണ്ടിരിക്കും, മൺചട്ടി ആയതുകൊണ്ടേ. ഇതിപ്പോൾ ഇങ്ങനെ കുറച്ച് ചാറ് തോന്നിയാലും ഒരു 5-10 മിനിറ്റ് ഇരിക്കുമ്പോഴത്തേക്ക് ഇതൊന്നും കൂടെ ഒന്ന് ഒതുങ്ങി കുറുകി വരും കേട്ടോ. അതുകൊണ്ട് ഇത്തിരി ചാറ് വേണം, അല്ലെങ്കിൽ നമുക്കിത് ഇങ്ങനെ എന്നാ പറയാം കട്ട പോലെ ആയിപ്പോവും. നമുക്കിനി താളിക്കാനുള്ള സെറ്റപ്പ് നോക്കാം. താളിക്കാനായിട്ട് ഒരു 6-7 ഉള്ളി വട്ടത്തിലരിഞ്ഞത്, 1/2 ടീസ്പൂൺ കടുക്, 1 തണ്ട് കറിവേപ്പില. നമുക്ക് ചൂടായ എണ്ണയ്ക്ക് ആദ്യം കടുക് ഇട്ട് കൊടുക്കാം. ഒരു ശകലം ഉഴുന്നുപരിപ്പ്, വട്ടത്തിലരിഞ്ഞ് വെച്ചേക്കുന്ന ഉള്ളി. കറിക്ക് ലേശം ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ഉപ്പ് ചേർത്ത് കൊടുക്കുകയല്ലേ. അങ്ങനെ ചേർത്ത് കൊടുക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഈ വറക്കുന്ന സമയത്ത് ഉള്ളിയുടെ കൂടെ ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് ഉപ്പുണ്ട്, അതുകൊണ്ട് ഞാനിപ്പം ഉപ്പ് ചേർക്കുന്നില്ല. ഉള്ളി നന്നായിട്ടൊന്ന് മൂത്ത് ചുമന്ന് വരട്ടെ. ഇൻഗ്രീഡിയൻസ് പറഞ്ഞില്ല. ഉണക്കമുളക്, കറിവേപ്പില. തീ ഓഫ് ചെയ്തേ. നമുക്കിനി ഇത് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഫ്ലേവറൊക്കെ പോകാതിരിക്കാൻ വേണ്ടി അടച്ചു കൊടുക്കണേ. ഇനി ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കാം. ഇപ്പോൾ ഏകദേശം 5 മിനിറ്റായി ഞാനത് അടച്ചു വെച്ചേക്കുന്നത്. പയ്യെ ഒന്ന് ഇളക്കി മിക്സ് ആക്കി കൊടുക്കാം. ഇതുണ്ടോ തക്കാളി ഒന്നും അങ്ങനെ അധികം വെന്തുടഞ്ഞു പോയിട്ടില്ല കണ്ടോ.
എല്ലാം കറക്റ്റ് വേവാ കണ്ട കഷ്ണങ്ങളും. ഞാൻ ഇടയ്ക്ക് കുറച്ച് ഇത് കണ്ടോ കൂണിൻ്റെ തൊപ്പിയൊക്കെ കിടക്കുന്നത്, ഒന്നും വെന്തുടഞ്ഞ് പോകാണ്ട് നല്ല കറക്റ്റ് വേവിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ രീതിക്ക് അതൊരു 10 മിനിറ്റ് താഴെ മതി ഇത് അരിയാനും അരയ്ക്കാനും എല്ലാത്തിനും കൂടെ. അപ്പോൾ അതുപോലെ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല സൂപ്പർ കറിയാണേ. ഫോട്ടോ എടുക്കുമ്പോഴേ ശകലൊരു ഗും കിട്ടാൻ വേണ്ടിയിട്ട് 2 പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ, വീട്ടിലുള്ള എല്ലാവർക്കും. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാവേ.